പ്രവാസ ചിന്തകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്രതീക്ഷിത പരിസ്ഥിതികളിൽ ഗൾഫിലെത്തി എന്നാൽ സ്വന്തം കർമ്മശേഷി കൊണ്ട് വിജയപഥങ്ങൾ കീഴടക്കിയ ധാരാളം പേർക്ക് തൊഴിൽ നൽകുന്ന അറിയപ്പെടാത്ത മലയാളികളെയാണ് പ്രവാസ ചിന്തകളിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പ്രവാസികളുടെ അധികമാരും കാണാത്ത കേൾക്കാത്ത വിഷയങ്ങൾ പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഫിജറ ടോക്ക് ഷോ, ഒപ്പം പശ്ചിമേഷ്യയിൽ നിരവധി മേഖലകളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവാസി മലയാളികളെ ആദരിച്ച ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ്സ് തുടങ്ങിയ ശ്രദ്ധേയമായ പരിപാടികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകൻ പി എ ലിയാഖത്തിന്റെ ശ്രദ്ധേയമായ ഇടപെടൽ കൂടിയാണ് പ്രവാസ ചിന്തകൾ. അദ്ദേഹത്തോടൊപ്പം സഹകരിക്കുന്നത് ഫൈസൽ അബ്ദുള്ളയും പ്രിയാദത്തയുമാണ്. പ്രവാസ ചിന്തകളിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. പ്രവാസ ചിന്തകളിൽ ഇന്ന് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് UAE റാസൽ ഖൈമ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽസഫീന ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഫൗണ്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ജോളി ആന്റണിയെയാണ്. ഒരു ചെറുപ്പക്കാരന് കർമ്മശേഷി കൊണ്ട് എത്രത്തോളം ഉയരാൻ കഴിയും എന്നതിന്റെ നേർദൃഷ്ടാന്തമാണ് ശ്രീ ജോളി ആന്റണിയുടെ തൊഴിൽ ജീവിതം. ജോളി ആന്റണിയിലേക്ക് പ്രവാസ ചിന്തകൾ സഞ്ചരിക്കുന്നു. മിസ്റ്റർ ജോളി ആന്റണി, പ്രവാസ ചിന്തകളിലേക്ക് താങ്കളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അൽസഫീനയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, ഫൗണ്ടറാണ് താങ്കൾ. വളരെ പെട്ടെന്നാണ് അൽസഫീന ഒരു വടവൃക്ഷമായി മാറിയെന്ന്. ഏകദേശം 10ഓളം ശാഖകൾ റാസൽ ഖൈമയിൽ ആരംഭിച്ചു. UAE-യിലുടനീളം ഇപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു തുടക്കം? 2005 അൽസഫീന ട്രാവൽ ആൻഡ് ടൂറിസം റാസൽ ഖൈമയിൽ ആദ്യമായി തുടങ്ങുന്നത്. പിന്നെ ഹിഷാം പറഞ്ഞ പോലെ ഇത് പെട്ടെന്നുള്ള ഒരു വളർച്ചയല്ല. 10 വർഷം ഒരു നല്ല കാലയളവാണ് വളർച്ചയ്ക്കുള്ളത്. ഒരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു 10 വർഷം കൊണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് UAE 10 ഓഫീസുണ്ട്. 11ാമത്തെ ഓഫീസ് റാസൽ ഖൈമയിൽ പുതിയത് തുറക്കുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ നമുക്ക് അൽസഫീന ഹോളിഡേയ്സ് നമ്മളുടെ പാർട്ട് ഓഫ് ദി ബിസിനസ് ആണ്. UAE ഇപ്പോൾ 4 ഓഫീസ് റാസൽ ഖൈമയിലുണ്ട്. ഫിജറയിൽ 2 ഓഫീസ്, അജ്മാൻ, ഷാർജ, അലൈൻ, ദുബായ്. പുതിയൊരു ഡെവലപ്മെന്റ് ഇപ്പോൾ അടുത്ത ഒരു ലാസ്റ്റ് 2 ഇയേഴ്സിൽ ഉണ്ടായത്, നമ്മൾ ഇവിടെ UAE എമിറേറ്റ്സ് പോസ്റ്റ് ആയിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചു. എല്ലാ എമിറേറ്റ്സ് പോസ്റ്റിന്റെ ഔട്ട്ലെറ്റിലും അൽസഫീന ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് തുറക്കും. അതിന്റെ ഭാഗമായിട്ട് റാസൽ ഖൈമ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ തുറന്നു, ഫിജേറ പോസ്റ്റ് ഓഫീസിൽ തുറന്നു, ദുബായ് കരാമ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ തുറന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് അബുദാബി സെൻട്രൽ പോസ്റ്റ് ഓഫീസിലാണ്. ഈ ജോളി ആന്റണി, ശരിക്കും ഈ ഒരു മേഖല തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമായ എന്താണ്? ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് എനിക്ക് എപ്പോഴും ഒരു സർവീസ് ഇൻഡസ്ട്രിയോട് ഒരു ആഭിമുഖ്യം കൂടുതലായിരുന്നു. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന 2 കാര്യങ്ങള്, ഒന്നുകിൽ ഹോട്ടൽ മാനേജ്മെന്റ്, അതൊരു ടൈപ്പ് ഓഫ് സർവീസ് ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ ട്രാവൽ. ഒരു നിലയ്ക്ക് അതൊരു സർവീസ് പ്ലസ് ഗ്ലാമർ കൂടിയാണ്. ഒരു 3 ഇയേഴ്സ് ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് സൗദി അറേബ്യക്ക് മൂവ് ചെയ്തു. അവിടെ ഒരു ട്രാവൽ ഏജൻസിയുടെ മാനേജർ ആയിരുന്നു. ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് UAE വന്ന് നമ്മുടെ സ്വന്തമായ സംരംഭം റാസൽ ഖൈമയിൽ തുടങ്ങിയത്, UAE നാഷണൽ. അവര് കുറച്ചുകൂടി നമ്മളുടെ ക്ലോസ് ടു ദ ഹാർട്ടാണ്, പൊളൈറ്റാണ്. പിന്നെ എവിടെ പോയാലും പ്ലസും മൈനസും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ നല്ലതിന്റെ പെർസെന്റേജ് കൂടുതലാണ്. അത് എനിക്ക് എന്റെ ഈ ട്രാവൽ ഡിവിഷന്റെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വളരെ വളരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മളുടെ എയിം അല്ലെങ്കിൽ നമ്മളുടെ ഫോക്കസ് ഈ UAE നാഷണൽസ് ആയിരുന്നു, ടൈപ്പ് ഓഫ് ബിസിനസ്, എക്സ്പാട്രിയേറ്റ്സിനേക്കാൾ കൂടുതൽ. അത് ശരിക്കും ഒരു നിലയ്ക്ക് നമുക്ക് വിജയിക്കാനുള്ള നല്ലൊരു വഴിയായിരുന്നു. മിസ്റ്റർ ജോളി ആന്റണി, താങ്കളെപ്പോലുള്ള സംരംഭകരിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, കഠിനാധ്വാനത്തിലൂടെ നിങ്ങളൊരു പ്രസ്ഥാനം പടുത്തുയർത്തുന്നു, അതിലൂടെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. എത്ര സ്റ്റാഫ് ഉണ്ട്? പല മേഖലകളിലായിട്ട് നമ്മളുടെ ബിസിനസ് വ്യാപിച്ചു കിടക്കുകയാണ്. ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ളത് അതിലൊരു പാർട്ട് മാത്രമാണ്. വിവിധ മേഖലകളിലുള്ള ഫർണിച്ചർ, വെഹിക്കിൾ ബോഡി ബിൽഡിംഗ്, ട്രേഡിംഗ്, ഹെന്ന ബിസിനസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള മേഖലകളിലായിട്ട്
350 people ഉണ്ട്. ആണ്. ഈ പഠിച്ചിരുന്ന കാലത്തെ ഇങ്ങനെ ആകണമെന്ന് വിചാരിച്ചിരുന്നു, ഈ മേഖലയാണ് അല്ലെങ്കിൽ എന്റെ മേഖല ഇതാണെന്ന് താങ്കൾ കരുതിയിരുന്നോ? ഇല്ല. പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോലി തുടങ്ങിയതിന് ശേഷം പല മാനേജേഴ്സിന്റെ കീഴിലും പല കമ്പനികളിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടേണ്ടത്, പക്ഷെ അവർ തന്നത് അതല്ല. അപ്പൊ അത് നമ്മളെ മനസ്സിലാക്കി തന്നതുകൊണ്ട് ഞാൻ എന്റെ സ്ഥാപനം തുടങ്ങിയപ്പോൾ എനിക്ക് എന്ത് കിട്ടേണ്ടിയിരുന്നോ, വാട്ട് വാസ് ഐ എക്സ്പെക്ടിങ്, അത് ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യണവർക്ക് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ദൈവകൃപയാൽ എല്ലാവരും ഇപ്പൊ ഞങ്ങൾ 10 വർഷമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഇതിലെ ഭൂരിഭാഗം പേരും വർക്ക് ചെയ്യുന്നുണ്ട്. UAE നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമാണ്, അതിനുള്ള പറ്റിയ സവിശേഷതകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ട് അത്രത്തോളം നിക്ഷേപ സൗഹൃദമല്ല എന്നൊരു സാധാരണ ബിസിനസ്സുകാർ ഒരു ആരോപണ സ്വഭാവത്തോടെ പറയുന്നതാണ്. വാസ്തവത്തിൽ താങ്കളുടെ കാഴ്ചപ്പാട് നമ്മുടെ നാട് പ്രത്യേകിച്ച് കേരളം നിക്ഷേപ സൗഹൃദമായിട്ടില്ലേ? നിക്ഷേപ സൗഹൃദമായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നിക്ഷേപ സൗഹൃദമാണ്. ഇപ്പൊ നമ്മൾ നാട്ടില് 2 പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ദ ഫോഗ് മൂന്നാർ റിസോർട്ട് ആൻഡ് സ്പാ, അത് ഓൾറെഡി വർക്കിംഗ് ആണ്. ഇറ്റ്സ് ഡൂയിങ് വെരി ഗുഡ്. മൂന്നാറിലെ തന്നെ 89 ഹോട്ടലില് ഇപ്പോ റേറ്റിംഗില് നമ്പർ 1 ആണ് ഫോഗ് മൂന്നാർ. നമ്മുടെ കൂടുതൽ ക്ലയൻസും അറബ്സും യൂറോപ്യൻസും നോർത്ത് ഇന്ത്യൻസും ആണ്. ക്ലയൻസ് എല്ലാം വളരെ ഹാപ്പിയാണ്. ഇപ്പൊ നമ്മളുടെ അതിന്റെ ഒരു പുതിയ പ്രോജക്ട് കൂടി വരുന്നുണ്ട്, അതും ഹോട്ടലിൽ തന്നെയാണ്. അത് മൂന്നാറിൽ അടുത്ത് തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യും. പിന്നെ അടുത്തതായിട്ട് നമ്മളിപ്പോ പുതിയൊരു സംരംഭം ഏറ്റെടുത്തത് മറീന മാൾ തോപ്പുംപടി കൊച്ചിയില്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 11 റെസ്റ്റോറന്റ് ഉള്ള ഫുഡ് കോർട്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റ്, അപ്സ്റ്റെയറില് വെഡിങ് ഹാള്. നമ്മളിവിടെ കഫേ ബ്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പുതിയൊരു നൈറ്റ് ഡൈനിങ് റെസ്റ്റോറന്റ് തുറന്നിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ ആദ്യമായിട്ട് ഏർലി മോർണിംഗ് 4 o'clock വരെ ഡൈൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് അത് മാറിയിട്ടുണ്ട്. പുതിയ ട്രെൻഡ് ആയിട്ടുണ്ട്. ഓൺലൈൻ ട്രേഡിംഗിന്റെ ഒരു അവസരമാണ്. ഈ ഓൺലൈൻ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് താങ്കൾ തന്നെ ഒരു നവീനമായൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് എന്താണ് അതിൽ? പുതിയൊരു വെഞ്ചറാണ്, ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. safinabuy.com ഒരു പുതിയ ഓൺലൈൻ സംരംഭം വിത്തിൻ 1 week ടൈം നമ്മൾ ലോഞ്ച് ചെയ്യും. ഈ ഓൺലൈൻ ട്രേഡിംഗിന്റെ ഒരു സാധ്യത എന്താണ്? ഇത് ഉപഭോക്താക്കൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടും ഇതിനെ ആശ്രയിക്കുന്നവർക്ക്? ഇപ്പോൾ safinabuy.comന്റെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രീതി, ഒരാൾ നമ്മളുടെ സൈറ്റിൽ എന്ത് സാധനമായാലും ഓർഡർ ചെയ്താൽ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ബിഫോർ ഡെലിവറി നിങ്ങൾക്ക് ആ സാധനം നോക്കാം. എനി ഡാമേജ് നിങ്ങൾ എടുക്കണ്ട, യു ക്യാൻ ഗിവ് ഇറ്റ് ബാക്ക്. ഇഫ് യു ആർ ഓക്കെ, യു ടേക്ക് ഇറ്റ് ആൻഡ് പേ ദ മണി. വിജയിച്ച ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് ഇത്തരം മേഖലയിലേക്ക് കടന്നു വരുന്നവരോട് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മേഖല എന്ന് ഞാൻ മാറ്റി നിർത്തുന്നില്ല. ഏത് മേഖലയായാലും ഒരു കാൻഡിഡേറ്റ് വർക്ക് ചെയ്യാൻ ഹാർഡ് വർക്കിന് തയ്യാറാണെങ്കിൽ, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, സക്സസ് വിൽ ബി ദെയർ. അതുകൊണ്ട് കുടുംബത്തെ കുറിച്ച് കൂടി പറയാൻ തോന്നുന്നു. കുടുംബം എവിടെയാണ്? എന്റെ ഭാര്യയുടെ പേര് വിജി, വീട് ആലുവയിലാണ്. എന്റെ വീട് തൃശ്ശൂരാണ്. 2 മക്കള് ജുവാന, ജോവാൻ. അവരൊക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഒരാള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാള് 2ാം ക്ലാസ്സിൽ. എല്ലാവരും ഇവിടെ തന്നെ റാസൽ ഖൈമയിൽ തന്നെ നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഈ അഭിമുഖം അവസാനിക്കുന്നതിന് മുമ്പ് ഇത്രയും നാൾ ഈ ഒരുപാട് വളരെ സാധാരണ ഒരു റിസ്ക് എടുക്കണമല്ലോ. ഏത് സംരംഭകന്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ സാഹസികതയാണ്. അപ്പോൾ ഒരു റിസ്ക് എടുക്കുന്നു, പിന്നെ അതിന്റെ മേഖലകൾ കണ്ടെത്തുന്നു, അതിന്റെ സവിശേഷതകൾ മനസ്സിലാക്കുന്നു, അങ്ങനെ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നു. ഈ അർത്ഥത്തിൽ താങ്കൾ ഇതുവരെ പഠിച്ച പാഠം എന്താണ്? ഡെവലപ്മെന്റിന് വളരെ വളരെ സ്കോപ്പുള്ള സ്ഥലമാണ് UAE. ഇപ്പോൾ ഞാൻ കാണുന്നത് കേരളത്തിലും ഡെവലപ്മെന്റിന് വളരെ വളരെ സ്കോപ്പുണ്ട്. നമ്മളുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള റിസർച്ചും സപ്പോർട്ട് ചെയ്യാൻ ആളുകളും ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ സക്സസ്. ഈ അനുഭവത്തിന്റെ കരുത്തിലും പഠിച്ച പാഠങ്ങളൊന്നും കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാൻ താങ്കൾ കഴിയട്ടെ എന്ന് പ്രവാസ ചിന്തകൾക്ക് വേണ്ടി ആശംസിക്കുകയാണ്. ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി.
പ്രവാസ ചിന്തകളിൽ ഇനി ഞങ്ങൾ പരിചയപ്പെടുന്നത് ദുബായ് പ്രിന്റിംഗ് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ CV കുര്യനെയാണ്. കലയും സാങ്കേതിക തികവും ഒത്തിണങ്ങുന്ന ഒരു മേഖലയിൽ അദ്ദേഹം തൻ്റെതായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സെഞ്ചുറി പ്രിന്റിംഗ് പ്രസിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ശ്രീ CV കുര്യൻ. ശ്രീ CV കുര്യനിലേക്ക്. മിസ്റ്റർ CV കുര്യൻ, സെഞ്ചുറി പ്രിന്റിംഗ് പ്രസിന്റെ മാനേജിംഗ് ഡയറക്ടർ, പ്രവാസ ചിന്തകളിലേക്ക് സ്നേഹത്തോടെ തങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിന്റിംഗ് ടെക്നോളജി അതൊരു പുതിയ മേഖലയാണ്. എങ്ങനെയാണ് പുതിയ മേഖല എന്ന് പറയുമ്പോൾ പുതുതലമുറയ്ക്ക് അതൊരു പുതിയ മേഖലയായിരിക്കും. താങ്കൾ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരുന്നത്? ഞാൻ ഈ മേഖലയിലേക്ക് വരുവാൻ കാരണം എൻ്റെ കുടുംബ പശ്ചാത്തലം തന്നെയാണ്. എൻ്റെ പിതാവ് ശ്രീ CV വർഗീസ് മരിച്ചുപോയി. അദ്ദേഹം കേരളത്തിലെ ഒരു ആദ്യകാല അച്ചടി സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജോലി ചെയ്തിരുന്നത്. കേരളത്തിലെ ആദ്യകാല പ്രിന്റിംഗ് പ്രസ്സുകളിലൊന്നായ വിദ്യാഭിവർദ്ധിനി പ്രിന്റിംഗ് പ്രസ്, അതിന്റെ ഗ്രൂപ്പിന്റെ പേര് ST റെഡ്ഡിയർ ആൻഡ് സൺസ് എന്നാണ്. അതിന്റെ ബുക്ക് ഡിപ്പോയുടെ മാനേജറായിരുന്നു എൻ്റെ പിതാവ്. അങ്ങനെ പ്രസിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ ആകർഷണമായിരുന്നു ചെറുപ്പത്തിലെ തന്നെ. ST റെഡ്ഡിയർ ആൻഡ് സൺസിന്റെ മാനേജിംഗ് പാർട്ണർ ശ്രീ രംഗസ്വാമി റെഡ്ഡിയർ, അദ്ദേഹമാണ് എന്നെ ഈ മേഖലയിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. ഇനി കലയുമായി ബന്ധമുള്ള ഒരു മേഖലയാണ് ഓഫ്സെറ്റ് പ്രിന്റിങ്ങിന് എനിക്ക് തോന്നുന്നൊരു 3 കാലഘട്ടമായിട്ട് നമുക്ക് വേർതിരിക്കാം. ഒന്നാമത്തെ തലമുറ, അതിൽ പൂർണ്ണമായിട്ട് അത് ലിത്തോഗ്രാഫി എന്ന് പറയും. ലിത്തോഗ്രാഫി അല്ലെങ്കിൽ കല്ലച്ച്. അതായത് ശ്രീ രാജാ രവിവർമ്മയുടെ കാലത്തൊക്കെ നമ്മുടെ നാട്ടില് കല്ലച്ച് കൊണ്ട് ചിത്രങ്ങൾ അച്ചടിക്കുമായിരുന്നു. അതായത് കല്ലച്ച് എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ലില് ചിത്രങ്ങള് പ്രത്യേകതരം ചായം കൊണ്ട് വരച്ചിട്ട് അത് ഒരു പ്രത്യേകതരം ആപ്ലിക്കേഷനിൽ പകർത്തിയെടുക്കുന്നൊരു രീതിയായിരുന്നു ലിത്തോഗ്രാഫി അഥവാ കല്ലച്ച്. അതിന്റെ ഒരു സെക്കൻഡ് വേർഷനാണ് ഓഫ്സെറ്റ് ലിത്തോഗ്രാഫി. അത് ഇതേ പ്രിൻസിപ്പിളിനെ തന്നെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കുറച്ച് ഫോട്ടോഗ്രാഫിക് എന്താ പറയുക ടെക്നോളജി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ലിത്തോഗ്രാഫി സെക്കൻഡ് ജനറേഷൻ വരുന്നത്. തേർഡ് ജനറേഷനാണ് അതിനെ കംപ്ലീറ്റ് ഡിജിറ്റൈസ് ചെയ്തത്. ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് പോസ്റ്റ്സ്ക്രിപ്റ്റ് ടെക്നോളജി ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ 1992 ആ ചേഞ്ച് പെട്ടെന്ന് വന്നത്. ഓഫ്സെറ്റ് ലിത്തോഗ്രാഫിയിൽ ഡിജിറ്റൈസേഷന്റെ കാലഘട്ടം ഒരു ക്വാണ്ടം ലീപ്പായിരുന്നു. കഴിഞ്ഞ കുതിച്ചുചാട്ടം, വളരെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു. അതായത് ടെക്നിക്കലായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ജോലി ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരായിരിക്കണം അല്ലേ? അങ്ങനെ അടിസ്ഥാനം വേണം. ഇപ്പോ ഒരു കത്രിക എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മെക്കാനിക്കൽ അറിയാവുന്ന ഒരാൾക്ക് ഈ കത്രിക ശരിക്കും ഉപയോഗിക്കാൻ സാധിക്കും. ഈ കലയും ഇതുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ചിത്രകല എന്ന ആദ്യത്തെ ആർട്ടാണ്, ഭാഷയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ ആർട്ടാണ് ചിത്രം. ഒരു പക്ഷേ ടെക്നോളജി വന്നിട്ട് ഈ കലയെ പതിയെ വിഴുങ്ങുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയുന്നത് തെറ്റില്ല. കാരണം ഞാൻ സ്വയം ഒരു ചിത്രകാരനായിരുന്നു, ചിത്രം വരയ്ക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ അതിന് മെനക്കെടാറില്ല. കാരണം എന്താ പറയുക, എനിക്ക് എന്താ പറയുന്ന ആപ്ലിക്കേഷൻസ് ഒരുപാട് ചിത്രങ്ങൾ ക്ലിപ്പാർട്ടിൽ കിടപ്പുണ്ട്. ഞാൻ ഈ വരയ്ക്കുന്നവർ അവിടെ നിന്ന് ഇവിടുത്തെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് നിമിഷ നേരം കൊണ്ട് ആർട്ട് വർക്ക് റെഡിയാണ്. അപ്പോൾ നമ്മുടെ കഴിവുകൾ നമ്മളത് നെർച്ചർ ചെയ്തത് കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ അത് ക്രമേണ നശിച്ചു പോകും. അതിൽ താങ്കൾക്ക് വിഷമമില്ല? കാരണം ഒരു ഉള്ളിലുള്ള കലാകാരൻ ഈ ടെക്നോളജിയുടെ ഒരു കാലത്തിൽ ഇങ്ങനെ അറിയാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ തോന്നാറില്ല ചിലപ്പോൾ? തോന്നാറുണ്ട്. പക്ഷെ അത് നമ്മുടെ എന്താ പറയുന്നത് കൃത്യാന്തര ബാഹുല്യത്തിനിടയ്ക്ക് നമുക്ക് സമയം കിട്ടാറില്ല. സെഞ്ചുറി പ്രിന്റിംഗ് പ്രസ് പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു വലിയ ചരിത്രമുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. അന്ന് എങ്ങനെയാണ് UAE ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കാൻ പ്രേരണയായത്? സെഞ്ചുറി പ്രിന്റിംഗ് പ്രസ് 2007 ഓഗസ്റ്റ് മാസത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ കാര്യമായ സന്നാഹങ്ങൾ, യന്ത്ര സാമഗ്രികളോ മറ്റ് മാൻ പവർ അതൊന്നും കാര്യമായിട്ടില്ല. 7 പേരുണ്ട് എൻ്റെ കൂടെ. തുച്ഛമായ ചില യന്ത്രസാമഗ്രികളുണ്ട്, വളരെ ബേസിക് ആയിട്ടുള്ള ചില യന്ത്രസാമഗ്രികളുണ്ട്. അത് വെച്ചാണ് തുടങ്ങുന്നത്. നിലവിലെ സ്ഥിതി എന്താണ്? ജോലിക്കാർ 30 പേരുണ്ട്. പിന്നെ സാമാന്യം എല്ലാ പ്രിന്റിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ ജോലികളും ചെയ്യാനുള്ള സാങ്കേതിക ജ്ഞാനമുണ്ട്,
യന്ത്രസാമഗ്രികളും ഇപ്പൊ നമ്മുടെ കൈവശമുണ്ട്. ഇത് ഒരുപാട് ചലഞ്ചസ് ആവശ്യമുള്ള ഒരു മേഖലയാണോ? അതായത് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ടോ ഈ ഒരു മേഖലയിൽ? പ്രത്യേകിച്ച് ഇവിടെ കോമ്പറ്റീഷൻ കൂടുതലാണോ? കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഞാൻ വെറും ഒരു ഇൻവെസ്റ്റർ അല്ല. ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യമാണ്. ഒന്നാമതായിട്ട് ഞാനൊരു ടെക്നീഷ്യനാണ്. കാരണം സെഞ്ചുറി പ്രിന്റിംഗ് പ്രസ്സ് നിന്ന് പോകുന്ന ഓരോ ഉൽപ്പന്നത്തിന്റെയും മുകളിൽ എന്റെ കൈമുദ്രയുണ്ട്. എന്റെ കൈമുദ്രയോടുകൂടിയാണ് പോകുന്നത്. എന്റെ ഒരു പോളിസി ഉണ്ട്. കസ്റ്റമേഴ്സിനോട് പറയുന്നത്, എന്റെ ഉൽപ്പന്നം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൈസയും തരണ്ട, തിരിച്ചു തന്നേക്ക് സാധനം. ആ ഒരു കോൺഫിഡൻസിലാണ് കൊടുക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും താങ്കൾ തയ്യാറല്ല? ഇല്ല, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അതിന് എത്ര നഷ്ടം സഹിക്കേണ്ടി വന്നാലും ശരി, ക്വാളിറ്റി കുറഞ്ഞ ഒരു സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ഒരു സാധനം എന്റെ കയ്യിൽ നിന്ന് പോകില്ല. അതാണോ സെഞ്ചുറിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം? അത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അത് തന്നെ എന്നെപ്പറ്റി ഞാൻ പറയുന്നതല്ല. ഇപ്പൊ നമുക്ക് പലരുടെയും ഫീഡ്ബാക്ക് കിട്ടുന്നതാണ്. മാർക്കറ്റിൽ നമുക്കുള്ള ഒരു സൽപ്പേരും അത് തന്നെയാണ്. നമ്മൾ തന്നു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ തരാൻ സാധിക്കും. അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം അതിന്റെ വേണ്ട ക്വാളിറ്റി തന്നെ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം എന്റെ കസ്റ്റമേഴ്സിനുണ്ട്. താങ്കൾ ടെക്നീഷ്യനും ഇൻവെസ്റ്ററും കൂടിയാണ്. അതെ. ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ചും UAE സംബന്ധിച്ചിടത്തോളം താങ്കൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഒരു നിക്ഷേപ സൗഹൃദ രാജ്യം, തട്ടകം എന്നൊക്കെയാണ് UAE അറിയപ്പെടുന്നത്. ആ അർത്ഥത്തിൽ UAEയുടെ സാഹചര്യം താങ്കൾ എത്രത്തോളം തുണച്ചിട്ടുണ്ട്? അതിന് ഒറ്റ വാക്കിൽ മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ, UAE അല്ലായിരുന്നു ഞാൻ വസിക്കുന്ന സ്ഥലമെങ്കിൽ ഇത് നടക്കില്ല. കാരണം UAE അത്രയും വളരെ വളരെ നിക്ഷേപ സൗഹൃദ രാജ്യമാണ്. വളരെ എന്താ പറയുക, ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ഈ റെഡ് ടേപ്പ്, നമ്മുടെ നാട്ടിലെ പോലുള്ള ചുവപ്പ് നടന്ന അങ്ങനെ യാതൊരു കാര്യങ്ങളുമില്ല. എല്ലാ കാര്യങ്ങളും വളരെ വളരെ വേഗത്തിൽ യാതൊരു തടസ്സങ്ങളും കൂടാതെ ഇവിടെ നടന്നു കിട്ടും. നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടില് എനിക്കറിയാം, എന്റെ പല സുഹൃത്തുക്കളും നാട്ടില് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. അത് തുടങ്ങിയത് അബദ്ധമായി പോയെന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്. അല്ലാത്തവരിപ്പം വെച്ചാൽ നമ്മുടെ നാടിനെ പൂർണ്ണമായിട്ട് എഴുതി തള്ളാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അതിനുള്ളൊരു ആത്മവിശ്വാസമില്ല. ഒപ്പം താങ്കളുടെ കുടുംബം സ്വാഭാവികമായിട്ടും തിരക്ക് പിടിച്ചൊരു ജീവിതമായിരിക്കും. ഇങ്ങനെയുള്ള കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഒന്നാമത് വേണ്ടത് മനഃശാന്തിയാണ്. മനഃശാന്തി നമുക്ക് കിട്ടുന്ന കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് മനഃശാന്തി ഉള്ളതും ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് അല്ലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത്. ഭാര്യ പേര് റജീന, കുട്ടികൾ 2 പേരാണ്, 2 പെൺകുട്ടികളാണ്. മൂത്ത മകളുടെ പേര് റീബ, അവള് ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അവളുടെ ഹസ്ബൻഡ് രഞ്ജിത്ത് ബാംഗ്ലൂർ തന്നെ ഒറാക്കലിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ രണ്ടാമത്തെ മകള് റൂത്ത്, അവൾ ഇവിടെ എൻ്റെ കൂടെ തന്നെ എൻ്റെ സ്ഥാപനത്തിൽ ഫൈനാൻസ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം പ്രവാസ ചിന്തകളിൽ വരികയും അധികം പരിചയമില്ലാത്ത ഒരു തൊഴിൽ മേഖലയെ കൈരളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തതിന്, ഒപ്പം താങ്കളുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്തതിന് പ്രവാസ ചിന്തകൾ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പ്രവാസ ചിന്തകൾ എന്ന ഈ പരിപാടിയിൽ എന്നെയും പങ്കെടുപ്പിച്ചതിന് ഇതിന്റെ അണിയറ പ്രവർത്തകരോടുള്ള എന്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. പ്രവാസ ചിന്തകളിൽ ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ദുബായിൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗയാത്തി കൺസ്ട്രക്ഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഗോപി മാണിക്കിനെയാണ്. നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രസ്ഥാനത്തെ അദ്ദേഹം സമർത്ഥമായി നയിക്കുന്നു. ഗോപി മാണിക്കിന്റെ ചിന്തകളിലേക്ക് പ്രവാസ ചിന്തകൾ സഞ്ചരിക്കുന്നു. പ്രവാസ ചിന്തകളിലേക്ക് താങ്കളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. നമസ്കാരം. കൺസ്ട്രക്ഷൻ മേഖലയിലാണ് താങ്കളുടെ പ്രവർത്തനം. പ്രത്യേകിച്ചും ഗയാത്തി എന്ന കൺസ്ട്രക്ഷൻ വളരെ പരിചിതമാണ്. എങ്ങനെയായിരുന്നു തുടക്കം? 29 വർഷമാകുന്നു താങ്കൾ ഇവിടെ വന്നിട്ട്. തുടക്കം എങ്ങനെയായിരുന്നു? 29 വർഷം ഇവിടെ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് സൗദി അടക്കമാണത്. ഇവിടെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ജോലി കണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അതായത് അതിജീവനത്തിന് വേണ്ടി തന്നെയാണ്. ഓഫ് കോഴ്സ്, അതിനകത്ത് നമുക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. അത് ശരിയാണ്. നമ്മളിവിടെ വരുന്നത് ജോലി ചെയ്യണം, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കണം എന്നുള്ള അതിൽ വരുന്നത്. ശ്രീ ഗോപി, താങ്കൾ അന്ന് ഇവിടെ എത്തുമ്പോൾ 29 വർഷം മുമ്പാണ് ഇവിടെ എത്തുന്നത്.
അന്നത്തെ സാഹചര്യം എന്തായിരുന്നു? ഇത്രയും സുഖകരമായ ഒരു സാഹചര്യം ആയിരിക്കില്ല എന്ന് ഉറപ്പ്. അല്ല, അത് ഒരിക്കലും നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. എവിടെ നോക്കിയാലും ഡെസേർട്ട്, എവിടെ നോക്കിയാലും ഡെസേർട്ട്. ഓക്കെ, ഹൈവേ ഉണ്ടാവും, ആ ഹൈവേ നമുക്ക് മാറിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, കംപ്ലീറ്റും ഡെസേർട്ട് തന്നെയാണ്. ആ ഡെസേർട്ടിൽ ഞങ്ങൾ ജോലി ചെയ്യുമ്പോഴും പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ആ പ്രോജക്റ്റിലോട്ട് ഒരു വെഹിക്കിള് റീച്ച് ചെയ്യാന്ന് പറയുമ്പോൾ വല്ലാത്ത കഷ്ടപ്പാടായിരുന്നു. ഇന്നൊക്കെ എന്ന് പറയുമ്പോൾ വിത്തിൻ മിനിറ്റ് കൊണ്ട് എല്ലാവരും എത്തിപ്പെടാൻ പറ്റുമല്ലോ. അത് ഇന്നത്തെ വളരെ ഡിഫറെന്റാണ്. എന്നാലും ഒരു തൊഴിൽ തേടി ഇവിടെ എത്തുന്നു, എന്നിട്ട് ധാരാളം പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനത്തിന്റെ സാരഥിയാണ് ഇന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ആ ഒരു അന്നത്തെ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഞാനൊരു ജോലിക്കാരനായിട്ട് ഇവിടെ വരികയും ആ ജോലിയിൽ നിന്ന് നമ്മൾ സമ്പാദിച്ച് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സ്ഥാപനം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം, ആ പരിശ്രമം ദൈവാനുഗ്രഹം കൊണ്ട് സക്സസ് ആയി. ആ സക്സസ്സിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല എനിക്കൊരു കമ്പനി ഇവിടെ തുടങ്ങാൻ പറ്റുമെന്നും ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്നും ഞാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തൊരു കാര്യം. ഇതൊക്കെ ദൈവകൃപ, പിന്നെ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നം, അതന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഒറ്റയ്ക്കാണോ ആലോചിച്ചത് ഒരു കമ്പനി തുടങ്ങാൻ? അല്ല, എൻ്റെ 2 പാർട്ട്നേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്ത ഒരു കമ്പനിയിൽ ഞങ്ങൾ അങ്ങനെ ഇരുന്നു. എനിക്ക് വേറൊരു, അപ്പൊ ഞാനാണ് സീനിയർ ആ കമ്പനിയിൽ. അപ്പൊ ഇനി വേറൊരു പ്ലേസ്മെന്റിന് പോകുന്നതിൽ വെച്ച് നല്ലത് നമുക്കെന്തുകൊണ്ട് തുടങ്ങിക്കൂടാ. അങ്ങനെ ചെറിയൊരു ആശയം വരികയും ആ ആശയം ഡെവലപ്പ് ചെയ്ത് ഞങ്ങളിപ്പോൾ 3 പേരും അല്ല ഇപ്പോഴും ഒരു എംപ്ലോയി പോലെ മോർണിംഗ് തൊട്ടിട്ട് ഈവനിങ് വരെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുള്ളത്, ഈ മേഖല എന്ന് പറയുമ്പോൾ സാധാരണ ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം പ്രത്യേകിച്ചും ഒരുപാട് തൊഴിലാളികളെ കൊണ്ടുവരുന്നു, അവർക്ക് നല്ല സാഹചര്യം ഒരുക്കണം, ഇല്ലെങ്കിൽ ഒരുപാട് പരാതികൾ ഉണ്ടാകും. മാത്രമല്ല പ്രതികൂല സാഹചര്യങ്ങളാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ മേഖലയിൽ തന്നെ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് സാഹസികത ആവശ്യപ്പെടുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഈ സാഹസികമായ ഒരു ദൗത്യം തന്നെ തിരഞ്ഞെടുത്തു? അല്ല, സിമ്പിളായിട്ട് സിംഗിൾ വേർഡ് ഉണ്ട്. നമ്മൾ മാക്സിമം നമ്മുടെ സ്റ്റാഫിനോട്ട് വളരെ ഇന്ററാക്ട് ചെയ്യലും ഇന്റിമസി ഉണ്ടാക്കിയെടുക്കുക, അതാണ് മെയിൻ തിങ്സ്. അവരുടെ കഷ്ടത്തിലും നഷ്ടത്തിലും അവർക്ക് വേണ്ടതിനും ഈവൻ 24 hours നമ്മൾ അവൈലബിൾ ആണ്, അവർക്ക് റീച്ചബിൾ ആണ് തോന്നിയാൽ